Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് 1 പ്ലസ് 1 ഫിസിക്സ് യൂണിറ്റ് 1 ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെന്റ് ഈ ഒരു യൂണിറ്റിനെ ഒരു ഹൈലൈറ്റ്സ് അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ക്വിക്ക് റിവിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് 1 ഫുൾ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഒരു 6 വീഡിയോസ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഈ ഒരു യൂണിറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു എക്സാമിന് പ്രീവിയസ് ആയിട്ട് വരുന്ന ഒരു 1 വീക്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണുള്ളത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫോർമുലാസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, ഫിസിക്സിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. അത് ആ ഒരു മാറ്ററിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ആ ഒരു യൂണിവേഴ്സുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസിന്റെ ബ്രാഞ്ച് ആണ് ഫിസിക്സ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ ഇത് നേച്ചറിലുള്ള ബേസിക്സ് ലോ ഓഫ് നേച്ചറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഫിനോമിന, ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടൊക്കെ ഫിനോമിനകളെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു പറഞ്ഞ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഗ്രീക്ക് വേർഡ് ആണ്. ഓക്കെ, അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഗ്രീക്ക് ആണ്. അതായത് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് മീൻസ് നേച്ചർ എന്നാണ് അർത്ഥം. ഓക്കെ, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഒരു നേച്ചർ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലോസ്, ഒരുപാട് പ്രതിഭാസങ്ങൾ, ഇതെല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഫിസിക്സ് എന്ന് പറയാം. ഓക്കെ, then നമുക്ക് ഫാദേഴ്സ് ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, ന്യൂട്ടൺ, ഗലീലിയോ ആൻഡ് ഐൻസ്റ്റീൻ. ഓക്കെ, ഈ 3 ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിസിക്സിന്റെ ഫാദേഴ്സ് ഓഫ് മോഡേൺ ഫിസിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ ആധുനിക ഫിസിക്സിന്റെ ഫാദേഴ്സ് ആണ് ഈ പറയുന്ന ന്യൂട്ടൺ, ഗലീലിയോ ആൻഡ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ന്യൂട്ടനെ ഈ ഒരു പേരിൽ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ലോസ് ഓഫ് മോഷൻ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ, പിന്നെ ഗ്രാവിറ്റേഷൻ അല്ലെ. ഈ ഒരു ടോപ്പിക്കുകളൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ന്യൂട്ടൺ ആണ്. അതേപോലെ തന്നെ ഗലീലിയോ, അദ്ദേഹത്തിന്റെ റവല്യൂഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ ഇതിലേക്കാണ് ഒബ്സർവേഷണൽ അസ്ട്രോണമിയിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻസിനെയൊക്കെ കണക്കാക്കിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഐൻസ്റ്റീന്റെ ആ ഒരു തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആ ഒരു തിയറി, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫാദേഴ്സ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ, ഗലീലിയോ ആൻഡ് ഐൻസ്റ്റീൻ. ഇനി നമ്മൾ ഫിസിക്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നോക്കുന്നത്. ഒന്ന് മൈക്രോസ്കോപ്പിക് ഫിസിക്സ്, ദെൻ മാക്രോസ്കോപ്പിക് ഫിസിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്. ഓക്കെ, അപ്പൊ മൈക്രോസ്കോപ്പിക് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഡീൽ ചെയ്യുന്നത് വളരെ ചെറിയതായിട്ടുള്ള പാർട്ടിക്കിൾസ്, അതായത് ആറ്റംസ്, മോളിക്യൂൾസ്, ഇവയുടെ മൂവ്മെന്റ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇവയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഫിസിക്സിനെയാണ് മൈക്രോസ്കോപ്പിക് ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് മോഡേൺ ഫിസിക്സ് എന്നുള്ള ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ക്വാണ്ടം മെക്കാനിക്സും തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സബ് ടോപ്പിക്സുകൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ദെൻ മാക്രോസ്കോപ്പിക് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആ സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഫൈനൈറ്റ് സൈസ് ഒബ്ജക്ട്സ്, അതല്ലെങ്കിൽ ടെറസ്ട്രിയൽ ബോഡീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ഫിസിക്സിനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സ് എന്നുള്ള ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് മെക്കാനിക്സും തെർമോഡൈനാമിക്സും. ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ട് ചാർജ്ഡ് ബോഡികൾ തമ്മിലുണ്ടാകുന്ന മൂവ്മെന്റ്സ്, ഇന്ററാക്ഷൻസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീൽ ചെയ്യുകയും ഇതിനെ കുറിച്ചിട്ടൊക്കെ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ഫിസിക്സിനെയാണ് നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് അഡ്വാൻസ്ഡ് ബ്രാഞ്ച് ആണ്, ഒരു ഫിസിക്സിന്റെ അഡ്വാൻസ്ഡ് ബ്രാഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കത് എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്, ലൈറ്റുകളെ കുറിച്ച്, ഇമേജസിനെ കുറിച്ച്. +2 നമുക്കൊരു ചാപ്റ്റർ തന്നെ ഉണ്ട് അല്ലെ, ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ ഒരുപാട് പ്രോപ്പർട്ടീസുകൾ ഉണ്ട് അല്ലെ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, ഡിഫ്രാക്ഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് അതിൽ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഫിസിക്സിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് മെയിൻ ആയിട്ട് നോക്കുന്നത് ക്വാണ്ടിറ്റീസ് ദാറ്റ് റിമൈൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റീസ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷനും. അടുത്ത തന്നെ വേരിയബിൾ ക്വാണ്ടിറ്റീസ്, 2 ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അവയുടെ
അമൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ഒരു നാച്ചുറൽ പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്തും അതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് അതൊരു നേച്ചറുമായിട്ട് കൺസേർവ്ഡ് ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഒരു ബോഡി എന്ന് പറയുന്നത് അണ്ടർ ഗ്രാവിറ്റിയിൽ ഫ്രീ ആയിട്ട് വീഴുകയാണെങ്കിൽ അതിന്റെ മെക്കാനിക്കൽ എനർജി, ദാറ്റ് മീൻസ് ദി സം ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പ്രിസർവ്ഡ് ആണ്. അത് നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റീസിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്നാൽ വേരിയബിൾ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു നാച്ചുറൽ പ്രോസസ്സിന്റെ ഫലമായിട്ട് അതിന്റെ ക്വാണ്ടിറ്റീസിൽ ചേഞ്ചസ് വരികയാണെങ്കിൽ then that types of quantities are known as variable quantities എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ആവുകയാണ് അല്ലെ. അപ്പൊ നമുക്കത് കൂടുതൽ കൺഫ്യൂസിങ് ആവുകയാണ്. നമുക്കൊരു എക്സ്പെരിമെന്റ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടോ അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓരോ പർട്ടിക്കുലർ ടൈം ചേഞ്ച് ആകുമ്പോൾ പ്രോസസ്സിനനുസരിച്ച് എന്താകും, അതിന്റെ ക്വാണ്ടിറ്റീസിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന 2 ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്കൊരു ഐൻസ്റ്റീൻ അല്ലെങ്കിൽ നമുക്കൊരു എന്താ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വളരെ ഫേമസ് ആയിട്ടൊരു റിലേഷൻ ആണ് അല്ലെ. E is equal to mc സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. E എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോട്ട് എനർജി ആണ്. m എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിന്റെ മാസ് ആണ്. ആൻഡ് c is the speed of light, that is 3 into 10 to the power 8 meter per second ആണ്. അതായത് ആ ഒരു എനർജീനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു റിലേഷൻ ആണ് അല്ലെ. എനർജിയും അതുപോലെ തന്നെ മാസിനെയും ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു റിലേഷൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു റിലേഷൻ ആണ് ഫേമസ് എനർജി ഇക്വേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. E is equal to mc സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കുന്ന എന്താണ്, മാസും എനർജി എന്ന് പറയുന്നത് ഇന്റർചേഞ്ചബിൾ ആണ്. ഓക്കെ, ഇതെന്താ നമുക്ക് പറയുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, ഫണ്ടമെന്റൽ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ആണ് അല്ലെ. ഒരു ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഒരു ഫണ്ടമെന്റൽസ് ആണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടുന്നത്. ഇതാണ് ആ ഒരു മാസും എനർജിയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റിനെ കുറിച്ചിട്ടാണ്. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ആണ് ഈ ഒരു ചാപ്റ്റർ തന്നെ. അപ്പൊ യൂണിറ്റുകൾ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊരു ക്യാരക്ടറിസ്റ്റിക്സിനും അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ ഒരു എനർജി എന്തെങ്കിലും അങ്ങനെ കൊടുക്കുന്നെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കമ്പയർ ചെയ്യണം അല്ലെ, സെയിം ആയിട്ട്. അപ്പൊ നമുക്ക് അവയുടെ ഒരു യൂണിറ്റ് അറിയണം. അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുന്നത്, 2 ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ആ ഒരു മെഷർമെന്റ് കമ്പാരിസൺ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിനെ പറയുന്നതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് യൂണിറ്റ്, ഇപ്പൊ നമുക്കൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് നമ്മൾ കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇപ്പൊ വെയിറ്റ് മെഷർ ചെയ്യുന്നത് ഗ്രാം പറയും, കിലോഗ്രാം എന്ന് പറയും അല്ലെ. ഇപ്പൊ ഡിസ്റ്റൻസ് ഇപ്പൊ ലെങ്ത്തിനൊക്കെ ആണെങ്കിൽ മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, ഇൻകറപ്റ്റബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. അത് പ്ലേസ്, ടൈം, ഫിസിക്കൽ കണ്ടീഷൻസ് ഇതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുകയാണ്, ഇപ്പൊ നമുക്കൊരു ഒരു പർട്ടിക്കുലർ സ്ഥലം, ഒരു പർട്ടിക്കുലർ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നും ഒരു ബി എന്ന് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് എനിക്ക് നിയർലി 10 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണ്. ഇഫ് സപ്പോസ് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി റെയിനോ അങ്ങനത്തെ എന്തെങ്കിലും കാരണം കൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റീസൺ അല്ലെങ്കിൽ ഒരു ടൈമിനനുസരിച്ച് ഈ 10 എന്നുള്ളത് 5, 6, 7, 11, 12 അങ്ങനെയൊക്കെ ആയിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു പ്രോപ്പർ യൂണിറ്റ് ആണെന്ന് പറയില്ല. സോ ഈ പറയുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചബിൾ ആണ്. ഏതൊരു കണ്ടീഷനിലും അത് ചേഞ്ചബിൾ ആവാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. അതേപോലെയുള്ള സിമിലർ യൂണിറ്റുകളുമായിട്ട് ഈസിലി കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റുകൾ മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ യൂണിറ്റും ഒന്ന് ഡിറൈവ്ഡ് യൂണിറ്റും. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് വേറെ ഒരു ക്വാണ്ടിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഓക്കെ, ചില ക്വാണ്ടിറ്റീസുകൾ ഉണ്ട്, ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദേ ആർ നോട്ട് ഡിപ്പെൻഡിങ് ഓർ ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദി അതർ ക്വാണ്ടിറ്റീസ്. വേറെ ക്വാണ്ടിറ്റികൾക്ക് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഇപ്പൊ നോക്കൂ, മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ്, ലൂമിനസ് ഇതൊക്കെ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത് വേറെ ഒന്നിനും ഡിപ്പെൻഡബിൾ അല്ല അല്ലെ.
ഇപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മാസ് ചേഞ്ച് ആകുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹൈറ്റ് ടെമ്പറേച്ചർ കൂടുക അല്ലെങ്കിൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒരു ലെങ്ത് റെഡ്യൂസ് ആകുക, ലെങ്ത് ഇൻക്രീസ് ആകുക, ഇതൊന്നും ചെയ്യുന്നില്ല അല്ലെ. ടൈം, ടെമ്പറേച്ചർ, ഇതൊക്കെ നമുക്ക് എന്താണ്, ഒന്നിനെയും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഈ പറയുന്ന ക്വാണ്ടിറ്റീസിനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിലേക്ക് വരുന്ന ആ യൂണിറ്റുകളാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചില ക്വാണ്ടിറ്റീസുകൾ നമ്മൾ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീനെ ബേസ് ആയി വെച്ച് അതിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അവയുടെ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫണ്ടമെന്റൽ യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ടൈപ്സ് നമുക്ക് നോക്കാനുണ്ട് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് CGS സിസ്റ്റം ആണ്. സെക്കൻഡ് FPS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. CGS എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അബ്രിവേഷൻ ആണ്, സെന്റിമീറ്റർ, ഗ്രാം ആൻഡ് സെക്കൻഡ്, ടൈമിനനുസരിച്ചിട്ടാണ്. ഓക്കെ, സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെയാണ്, ഗ്രാം എന്ന് പറയുന്നത് മാസിനെ പറയുന്നു, സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമിനെയാണ്. അപ്പൊ ഇതൊരു ഫ്രഞ്ച് സിസ്റ്റം ആണ്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഓൺലി 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ലെങ്ത്, മാസ്, ടൈം, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന CGS സിസ്റ്റം ഉള്ളത്. ഓക്കെ, അടുത്തത് FPS എന്ന് പറഞ്ഞാൽ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഇതും തന്നെയാണ്. ഫൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്തിനെ കാണിക്കുന്നതാണ്. പൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു മാസിനെ, ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ടൈം. ഇതെന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് സിസ്റ്റം ആണ് FPS സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് MKS സിസ്റ്റം ആണ്, മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്. ഇത് അഗൈൻ ഒരു ഫ്രഞ്ച് സിസ്റ്റം ആണ്. അപ്പൊ സെന്റിമീറ്റർ, ഗ്രാം എന്ന് പറയുന്നത് ഒരു ചെറിയ യൂണിറ്റ് പോലെയാണ്. ഇത് കുറച്ച് ഹൈലി ആയിട്ട് വരുന്നതാണ് അല്ലെ, മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിന് നമുക്ക് വേറൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്, മെട്രിക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നുള്ളൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് SI യൂണിറ്റ്, അതല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് 7 യൂണിറ്റുകളാണ്, അതായത് 7 ഫണ്ടമെന്റൽ ആണുള്ളത്, 2 സപ്ലിമെന്ററി യൂണിറ്റും. അപ്പൊ 7 എണ്ണം ഏതൊക്കെയാണ്, ലെങ്ത്, മാസ്, ടൈം, കറന്റ്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി ആൻഡ് amount of substances. Okay, അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് എന്തിലാണ് പറയുന്നത്, മീറ്റർ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് M, മാസ്, കിലോഗ്രാം, ടൈം, സെക്കൻഡ്സ്, കറന്റ്, ആംപിയർ, ടെമ്പറേച്ചർ, കെൽവിൻ, ലൂമിനസ് ഇന്റൻസിറ്റി, കാൻഡില ആൻഡ് amount of substance എന്ന് പറയുന്നത് മോൾ. ഓക്കെ, ഈ ഒരു ലൂമിനസ് ഇന്റൻസിറ്റി ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ SI യൂണിറ്റിലുള്ള യൂണിറ്റ് ആണ് കാൻഡില എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ലെറ്റർ CD ആണ്. ഓക്കെ, അടുത്ത സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് റേഡിയനിലാണ് യൂണിറ്റ്, സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ ആണ്. ഓക്കെ, റാഡും SR ആണ് നമുക്ക് അതിൽ വരുന്നത്. ഇതാണ് 7 ഫണ്ടമെന്റൽ ആൻഡ് 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ഓഫ് SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് മെഷർമെന്റുകളാണ്. എന്തൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്, ലെങ്ത്, മാസ്, ടൈം, ഈ കാര്യങ്ങളാണ് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ലാർജ് ഡിസ്റ്റൻസ്, അപ്പൊ നമുക്ക് ഒരു പ്ലാനറ്റിന്റെ ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ എർത്തിൽ നിന്നും സ്റ്റാറിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ്, ഇതൊന്നും നമുക്ക് ഈസി ആയിട്ട് ഒരു മീറ്റർ സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ആണ് നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ആ ഒരു ടൈപ്പ് ഓഫ് മെഷർമെന്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് പാരലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പാരലക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ ലോങ് ഡിസ്റ്റൻസ്, ഓക്കെ, എക്സാമ്പിൾ ഡിസ്റ്റൻസ് ഫ്രം ദി ഡിസ്റ്റൻസ് ഓഫ് ദി പ്ലാനറ്റ് ഫ്രം ദി എർത്ത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എ സ്റ്റാർ ഫ്രം ദി എർത്ത്, ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പാരലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് ഈ ഒരു പാരലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പൊസിഷൻ ഓഫ് പെൻസിൽ സീംസ് ടു ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ പോയിന്റ് ഓൺ ദ വോൾ. അപ്പൊ ഒരു വോളിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്, ആ വോളിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു പെൻസിലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ, അതിനെയാണ് നമ്മൾ പാരലക്സ് എന്ന് പറയുന്നത്. അപ്പൊ 2 പോയിന്റുകൾ, ഓക്കെ, 2 പോയിന്റ്സ് ഓഫ് ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. അതായത് പോയിന്റ് A to B ആണ് നമ്മൾ പറയുന്ന ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ബേസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഐസ്, അതായത് 2 കണ്ണുകൾ തമ്മിൽ നമ്മൾ ഇവിടെ നോക്കുകയാണ്. ഒരാൾ A എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു S എന്ന് പറഞ്ഞ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ഇവിടെ നോക്കുകയാണ്, വേറൊരാൾ B എന്ന് പറയുന്ന ആൾ ഇവിടെ നോക്കുകയാണ്. അപ്പൊ ഈ 2 കണ്ണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലാനറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരുപാട് ഡിസ്റ്റൻസ് ആണ്, അതായത് B/D << 1 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തീറ്റ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. ഓക്കെ, അപ്പൊ അപ്രോക്സിമേറ്റ്ലി AB എന്ന് പറയുന്നത് നമ്മൾ ഒരു ആർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ലെങ്ത് BU ആണെങ്കിൽ ആ ഒരു സെന്റർ ഓഫ് ദ സർക്കിൾ S-ലാണെങ്കിൽ ആ ഡിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു തീറ്റ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം,
d is equal to b by theta എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ d യുടെ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എക്സാമിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു സിമിലർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ആംഗുലാർ ഡയമീറ്റർ അതല്ലെങ്കിൽ ഒരു സൈസ് ഓഫ് ദ ഡയമീറ്റർ ഓൾസോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സ്മോൾ ലെറ്റർ d എന്ന് പറയുന്നത് ഡയമീറ്ററും a എന്ന് പറയുന്നത് ആംഗുലാർ സൈസ് ഓഫ് ദ പ്ലാനറ്റും ആണെങ്കിൽ നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു a, സ്മോൾ ലെറ്റർ a അല്ലെങ്കിൽ ആൽഫ എന്ന് പറയാം. നമുക്ക് ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു d ബൈ d എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആംഗുലാർ ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ് അതല്ലെങ്കിൽ ഒരു സൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്കൊരു ലെങ്ത് മെഷർമെന്റ് എന്നുള്ളത് കാണിക്കുന്നത്. ഇനി വളരെ സ്മോൾ ഡിസ്റ്റൻസിലുള്ള ഒരു വെരി സ്മോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സൈസ് ഓഫ് എ മോളിക്യൂൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത് വളരെ സ്മോൾ ഫ്രാക്ഷൻ ആണ്, ഒരു ആംഗ്സ്ട്രോം, അതായത് 10⁻⁻10 റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ സച്ച് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വിത്ത് റെസൊല്യൂഷൻ ഓഫ് 0.6 ആംഗ്സ്ട്രോം എന്നാണ് പറയുന്നത്. ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്സിൽ വരുന്ന ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതെന്ന് പറയുന്നത് വളരെ സ്മോൾ സൈസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ പറയുന്ന ആറ്റംസിനെയും അതല്ലെങ്കിൽ മോളിക്യൂൾസിനെയും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിന് ആ ഒരു മെഷർമെന്റ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇതാണ് വളരെ സ്മോൾ ഡിസ്റ്റൻസിൽ വരുന്ന അല്ലെങ്കിൽ സൈസ് ഓഫ് എ മോളിക്യൂൾ ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് റേഞ്ച് ഓഫ് ലെങ്ത്തുകൾ തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു റേഞ്ചിന് നമുക്ക് ഒരുപാട് എന്താ പറയാ, ഇപ്പൊ ഒരു ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 ആണ്. അങ്ങനെ നമ്മൾ ഒരുപാട് മെഷർമെന്റ്സ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. 1 ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻⁻15 ആണ്. ആംസ്ട്രോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻⁻10. 1 astronomical unit എന്ന് പറഞ്ഞാൽ 1 AU ആണ്, which is equal to 1.496 into 10⁻11 മീറ്റർ ആണ്, പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, then 1 light year എന്ന് പറയുന്നത് 9.46 into 10⁻15 മീറ്റർ, അതായത് ഒരു ലൈറ്റ് 3 into 10⁻8 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. then 1 parsec എന്ന് പറഞ്ഞാൽ 3.08 into 10⁻16 ആണ്, അതായത് ഒരു ആവറേജ് റേഡിയസ് ഓഫ് ദ എർത്ത് ഓർബിറ്റ് ആണ്. നമുക്ക് ഒരു 1 ആർക്ക് സെക്കൻഡിൽ വരുന്ന ഒരു ആവറേജ് റേഡിയസ് ഓഫ് ദ എർത്ത് ഓർബിറ്റ് ആണ് 1 പാർസെക് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് കുറച്ച് മെഷേർഡ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ആണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പൊ തൊട്ട് മുമ്പത്തിൽ തന്നെ നമ്മൾ 0.6 ആംസ്ട്രോങ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ 0.6 into 10⁻⁻10 ആണ് നമുക്ക് അവിടെ ചെയ്യാൻ വരുന്നത്. ഓക്കെ, ഇനി മാസിന്റെ മെഷർമെന്റ്. ഓക്കെ, മാസിന്റെ മെഷർമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാസ് എന്ന് പറയുന്നത് ഒരു മാറ്ററിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടി ആണ് അല്ലെ. അതെന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെയോ പ്രഷറിനെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ലൊക്കേഷൻ ഇതിനെ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. മാസിന്റെ ഒരു SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു മാസിന്റെ നമ്മൾ ഈ ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ഈ ഒരു മാസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കിലോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻകൺവീനിയന്റ് ആണ് അല്ലെ. മാസ് എന്ന് ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒബ്ജക്റ്റ് ആണ്, വളരെ ടൈനി ആണ്, നമുക്ക് നേക്കഡ് ഐയിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ പറയുന്ന ഒബ്ജക്റ്റുകൾക്ക് നമുക്ക് കിലോഗ്രാം വെച്ച് മെഷർമെന്റ് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, 1 അൺഫൈൻഡ് അറ്റോമിക് യൂണിറ്റ് എന്ന് പറയുന്നത് 1U ആണ്, അതായത് 1/12 ഓഫ് ദി മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് എ കാർബൺ 12. കാർബൺ 12 എന്നൊരു ആറ്റത്തിന്റെ 1/12 നമ്മൾ ഏതൊരു യൂണിറ്റ് പറയുന്നത് വേറൊരെണ്ണമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ കാർബൺ യൂണിറ്റ് ആറ്റത്തിന്റെ 1/12നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 1.6 into 66 into 10⁻⁻27 കിലോഗ്രാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഇനി മെഷർമെന്റ് ഓഫ് ടൈം നമുക്ക് എങ്ങനെ മെഷർമെന്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഏതൊരു ടൈം ഇന്റർവൽ മെഷർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്ലോക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് അറ്റോമിക് സ്റ്റാൻഡേർഡ് ഓഫ് ടൈം ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സീഷ്യം ക്ലോക്കിൽ ഉണ്ടാകുന്ന ഒരു പീരിയോഡിക് വൈബ്രേഷൻ അനുസരിച്ച് വരുന്ന ടൈമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബേസിസ് ഓഫ് ദ സീഷ്യം ക്ലോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് അറ്റോമിക് ക്ലോക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ യൂസ് ചെയ്യുന്ന നാഷണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സീഷ്യം ക്ലോക്ക് എന്ന് പറയുന്നത് വളരെ അക്യുറേറ്റ് ആണ്. ഓക്കെ, വളരെ അക്യുറേറ്റ് ആണ്, അതായത് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 919263177 വൈബ്രേഷൻസ് ഓഫ് റേഡിയേഷൻ അത്രയ്ക്കും ഈക്വൽ ആണെന്ന് പറയുന്നത് ഒരു സീഷ്യം ക്ലോക്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടൈം മെഷർമെന്റിൽ വരുന്നതാണ് നോക്കൂ, ലൈഫ് ഓഫ് ആൻ മോസ്റ്റ് അൺസ്റ്റേബിൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 10⁻⁻24 ആണ്. എക്സ്റേസിന്റെ പീരീഡ് ഓഫ് ലൈറ്റ് വേവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് ടൈം മെഷർമെന്റ്സുകൾ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് ഏകദേശം ഒന്നും പറയാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ല കാര്യങ്ങളായിരിക്കാം. ഓക്കെ,
ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് അക്യുറസി, പ്രിസിഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എറർ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എല്ലാ എക്സ്പെരിമെന്റ്സ് സയൻസിലും ടെക്നോളജിയിലൊക്കെ മെഷർമെന്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്താണ്, സംതിങ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മെഷർമെന്റുകൾക്കും അതിൻ്റെതായ ചില അൺസർട്ടനിറ്റി ഉണ്ടാകും. അതായത് നമ്മളിപ്പോൾ മെഷർ ചെയ്യുന്നത് എല്ലാം കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കില്ല. ചെറിയ ചെറിയ എറേഴ്സുകൾ അവിടെ ഉണ്ടാകും. ആ ഒരു അൺസർട്ടൈനിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എറർ എന്നുള്ള ഒരു ടേമിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റുകൾ, ഇപ്പൊ നമ്മളൊരു ഹാൻഡിലാണ്, നമ്മൾ കൈകളിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അതിൽ ടൈമിങ്ങിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് വരാം. ഇപ്പൊ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ വന്ന് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഒരു സിമ്പിൾ പെൻഡുലം നമ്മളിപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് ആഫ്റ്റർ 5 minutes അഗെയിൻ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. സെയിം പേഴ്സൺ ആണ്, സെയിം തിങ്, ഒബ്ജക്റ്റ് തന്നെയാണ്, സെയിം എക്സ്പെരിമെന്റ് തിങ്സ് ആണ്, പക്ഷേ അതിൽ ചില എറേഴ്സ് വരും. അതൊക്കെ എന്ന് പറയുന്നത് ഹ്യൂമൻ മാൻമെയ്ഡ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന എററുകളാണ്. ചിലപ്പോൾ നമുക്ക് അത് ക്യൂർ ചെയ്യാനായിട്ടുള്ള ഒരു ലിമിറ്റും ഉണ്ടാകും അല്ലെ. അപ്പൊ ഈ പറയുന്ന ആ ഒരു അൺസർട്ടൈനിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഒരു മെഷേർഡ് വാല്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അക്യുറസി അതുപോലെ തന്നെ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ദ അക്യുറസി ഓഫ് എ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂസ് ടു ദ ട്രൂ വാല്യൂ. അതായത് നമുക്ക് ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടി. ഓക്കെ, ആ റിസൾട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയുന്നത് എങ്ങനെയാണ്, കാരണം അതിന് ഈക്വലന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രൂ വാല്യൂ എന്താന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയും. ഓക്കെ, ഇപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇപ്പൊ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 kilometer ആണ് നമ്മൾ ഓൾറെഡി മെഷർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അത് അഗെയിൻ വീണ്ടും നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 4.5 ആണ് കിട്ടുന്നതെങ്കിൽ അത് റോങ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 points is 5 kilometer അല്ലെ. അതാണ് അതിന്റെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയതാണ് നമ്മുടെ മെഷേർഡ് വാല്യൂ. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് വന്നിട്ട് ഒരു 0.5 കിലോമീറ്ററോളം വ്യത്യാസം വന്നിരിക്കുന്നത്, അതിനെയാണ് അതിന്റെ ഒരു അൺസർട്ടൈനിറ്റി എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ഒരു എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അക്യുറസി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ എത്രത്തോളം കറക്റ്റ് ക്ലോസ് ആയിട്ട് നമുക്ക് ട്രൂ വാല്യൂയിലേക്ക് കിട്ടുന്നുണ്ടോ അതാണ് അതിന്റെ അക്യുറസി എന്ന് പറയുന്നത്. ഇപ്പൊ 5 kilometer ആണെങ്കിൽ നമുക്കിപ്പോ ഒരു 4.96 കിട്ടി അല്ലെങ്കിൽ ഒരു 97 കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ആൻ അക്യുറേറ്റ് വാല്യൂ എന്ന് പറയാം. കാരണം 0.01 അങ്ങനെ ഒരു റേഞ്ചിലുള്ള വ്യത്യാസമേ വരുന്നുള്ളൂ അല്ലെ. എന്നാൽ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രത്തോളം വാട്ട് റെസല്യൂഷൻ, അതല്ലെങ്കിൽ എത്രത്തോളം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് നമുക്ക് അതിൽ മെഷർ ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അക്യുറസി എന്ന് പറയുന്നത് അതിന്റെ സെവറൽ ഫാക്ടേഴ്സിന് ഡിപ്പെൻഡിങ് ആണ്. അതിന്റെ ആ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ആ ഒരു റെസല്യൂഷൻ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അക്യുറസി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എറർ എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് 2 types ആണ്. സിസ്റ്റമാറ്റിക് എറർ ഉണ്ട്, റാൻഡം എറേഴ്സും വരുന്നുണ്ട്. അപ്പൊ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചെയ്യുന്ന, അതായത് നമുക്ക് വരുന്ന എററുകളാണ്. അത് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് എറർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്ന, നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് വരും. ഇപ്പൊ ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നതിന് ശേഷം വരുന്ന ഒരു എറർ ആണെങ്കിൽ അത് നമുക്ക് അങ്ങനെ പറയാം. imperfections in experimental techniques അല്ലെങ്കിൽ പ്രൊസീജർ. ഇപ്പൊ ഓരോ എക്സ്പെരിമെന്റുകൾ ചെയ്യുന്നതിനും അതിൻ്റെതായ ഒരു പ്രൊസീജർ ഉണ്ട് അല്ലെ. ആ ഒരു പ്രൊസീജറിൽ ഫോളോ ചെയ്തിട്ട് വേണം നമുക്ക് എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ ആ ഒരു പ്രൊസീജറിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജറിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടെക്നിക്കുകളിൽ എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻസ് വന്നാൽ അവിടെയും നമുക്ക് എറർ ആകാം. അതേപോലെ പേഴ്സണൽ എറർ, ഇപ്പൊ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 4.5 ആണ്, പക്ഷെ നമ്മൾ അത് നോട്ട് ചെയ്തപ്പോൾ 5.4 ആയി. അത് നമുക്ക് പേഴ്സണൽ എറർ അല്ലേ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സിസ്റ്റമാറ്റിക് എറേഴ്സിനെയൊക്കെ നമുക്ക് എന്തായാലും കൂടുതൽ എക്സ്പെരിമെന്റൽ ടെക്നിക്കുകൾ ഇംപ്രൂവ് ചെയ്തിട്ടും ബെറ്റർ ഇൻസ്ട്രുമെന്റുകൾ നമുക്ക് പെർഫോം ചെയ്യുന്നതിനാണെങ്കിൽ എക്സ്പെരിമെന്റുകൾ പെർഫോം ചെയ്യുന്നതിനായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പേഴ്സണൽ ബയാസ്, അതായത് നമ്മുടെ ആ ഒരു പേഴ്സണൽ ബയാസ് നമ്മൾ കൂടുതലായിട്ട് റിമൂവ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എന്നാൽ റാൻഡം എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ട് വരുന്നത്, അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സൈൻ അതിന്റെ സൈസ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന എററുകളാണ് റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആ ഒരു അൺപ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുകയാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റുകൾ ചെയ്യുമ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്ന കുറെ ഫ്ലക്ച്വേഷൻസ്, അതല്ലെങ്കിൽ റീഡിങ്സിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു എററുകളാണ് നമ്മൾ റാൻഡം എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്,
അതായത് ഒരു മെഷറിന് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്യുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു വാല്യൂ എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലീസ്റ്റ് കൗണ്ട്, അതായത് സ്മോളസ്റ്റ് വാല്യൂ. ഓക്കെ, ഏത് സ്മോളസ്റ്റ് വാല്യൂ ആണോ മെഷർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എല്ലാ റീഡിങ്സ് അല്ലെങ്കിൽ ഈ ഒരു മെഷേർഡ് വാല്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുന്നത് ആ ഒരു റാൻഡം എററിന്റെ അണ്ടർ കാറ്റഗറിയിൽ വരുന്നതാണ്, ആ ഒരു ലിമിറ്റഡ് സൈസിൽ വരുന്നത്. ഇപ്പൊ ബോത്ത് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ റാൻഡം എററിലും നമുക്ക് ഈ പറയുന്ന ലീസ്റ്റ് കൗണ്ട് എറർ വരും. മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു റാൻഡം എററിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് എറേഴ്സുകളെ കുറിച്ചും അല്ലെങ്കിൽ എററുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ മെഷർമെന്റിന് ശേഷം നമുക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ വളരെ അക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഡിജിറ്റിനെ ചൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് നമ്മൾ ഒരു ഡിജിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. കൂടുതൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മോർ അക്യുറേറ്റ് വാല്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നമ്പർ ഓഫ് സിംഗിൾ ഡിജിറ്റ് അതായത് 0 to 9 വരെ നമുക്ക് ആയിട്ടുള്ള ഒരു വാല്യൂസിനെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്ത് കാണിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയാം. ഓക്കെ, അതിന് അതിൻ്റെതായ കുറച്ച് റൂൾസ് ഉണ്ട്. എല്ലാ നോൺ സീറോ ഡിജിറ്റും നമുക്ക് സിഗ്നിഫിക്കന്റ് ആണെന്ന് പറയാം. സീറോസ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ്. അതായത് 101, അപ്പൊ രണ്ട് നോൺ സീറോ ഡിജിറ്റ് ആണ് 1 ഉം 2 ഉം. ഓക്കെ, 102. അപ്പൊ അതിന് ബിറ്റ്വീൻ ആയിട്ട് വരുന്ന സീറോ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ്. A trailing zero or final zero in the decimal portion only are significant. ഒരു ഡെസിമൽ പോയിന്റ്സിൽ ആദ്യം വരുന്നതും അവസാനം വരുന്നതും നമുക്ക് സിഗ്നിഫിക്കന്റ്, ഓൺലി സിഗ്നിഫിക്കന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് കാണിക്കാം. റൂൾസ് വിത്ത് എക്സാമ്പിൾസ് നോക്കാം, അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആകും. Those digits which are non-zero are significant. ഡിജിറ്റുകൾ നോൺ സീറോ ആണെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. 566575 അവിടെ നമുക്ക് 4 സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ നോക്കൂ 0.543 ഇവിടെ നമുക്ക് 3 സിഗ്നിഫിക്കന്റ് ആണ്. നോൺ സീറോ വാല്യൂസ് ആണ് 543. If any zero precedes a non-zero digit then it is not significant. ഏതെങ്കിലും ഒരു സീറോ അല്ലെങ്കിൽ സീറോസ് ഒരു നോൺ സീറോയ്ക്ക് പ്രിസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് അല്ല. നോക്കൂ 0.005 എനിക്ക് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ എനിക്ക് 0.00232 എനിക്ക് 3 ആണ് എന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ നോൺ സീറോ വാല്യൂസിന് മുമ്പ് വരുന്നത് ഓക്കെ ബിഫോർ അല്ലെങ്കിൽ പ്രിസീഡ് ചെയ്യുന്ന നമ്പർ സീറോസ് എന്ന് പറയുന്നത് നോൺ സിഗ്നിഫിക്കന്റ് ആണ്. അടുത്തത് ഏതെങ്കിലും സീറോ ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ്. ഇപ്പൊ നോക്കൂ 4.5006. അപ്പൊ എനിക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് 5 വരുന്നത്. കാരണം രണ്ട് നോൺ സീറോ ഡിജിറ്റിന് ബിറ്റ്വീൻ ആയിട്ട് സീറോസ് വന്നിട്ടുണ്ടെങ്കിൽ ദേ ആർ സിഗ്നിഫിക്കന്റ് ആണ്. സീറോസ് അറ്റ് ദ എൻഡ് ഓർ അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ നമ്പേഴ്സ് ആർ ഓൾസോ സിഗ്നിഫിക്കന്റ്. സീറോസ് അറ്റ് ദ എൻഡിൽ വരുന്നതോ അതല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് 3 സിഗ്നിഫിക്കന്റ് 0.500. അതേസമയം 0.050 ആണെങ്കിൽ നമുക്ക് 3 ആണ് വരിക. കാരണം ഇവിടെ സീറോ നമുക്ക് പ്രിസീഡിംഗ് സീറോ നമ്മൾ കൺസിഡർ ചെയ്യില്ല. കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. ഇപ്പൊ 5 ബനാനാസ് ആൻഡ് 10 ഓറഞ്ചസ് ആണെങ്കിൽ നമുക്ക് ഹാവ് ഇൻഫൈനൈറ്റ് ഫിഗേഴ്സ്. ഓക്കെ, അത് ഇൻഎക്സാക്ട് നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇൻഫൈനൈറ്റ് ഫിഗേഴ്സ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാനുള്ള റൂൾസുകൾ എന്താ ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെയാണ് അല്ലെ. നോക്കൂ, all non-zero digits are significant. The zeros between two non-zero digits are significant. Leading zeros or left non-zero are not significant. Trailing zero to the right number without decimal points are not significant. Powers of tens are not taken as significant figure. For the number with the decimal, trailing zeros are significant. These are some rules for the counting significant figures. Okay. ഇപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. അഡീഷനും സബ്ട്രാക്ഷനും എടുക്കുന്നത് ഫൈനൽ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. നോക്കൂ, ഇപ്പൊ ഇതാണ് എനിക്കൊരു ആഡീഷൻ തന്നിരിക്കുന്നത്. എനിക്ക് ആൻസർ നോക്കൂ 1076.322. ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആൻസർ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത് 1076.322 ആണ് വരുന്നത്. പക്ഷേ ഫൈനൽ റിസൾട്ടിൽ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 1076.3 ആണ്. കാരണം നമുക്കിവിടെ 3 ഡിജിറ്റുകൾ വരുന്നുണ്ട്. അതിൽ ലീസ്റ്റ് ഡെസിമൽ ഏതാണോ വരുന്നത് നോക്കുക. ഓക്കെ, ഡെസിമൽ പോയിന്റിൽ ഇപ്പൊ പോയിന്റിന് ശേഷം ഏറ്റവും കുറവ് ഏതിലാണ് വരുന്നത് 341.4. അതായത് ഒരു ഡിജിറ്റ് ആണ് എനിക്ക് പോയിന്റിന് ശേഷം വന്നിരിക്കുന്നത്. സോ ആ ഒരു നമ്പർ ആണ് നമുക്ക് ഫൈനൽ ആൻസറിൽ നമ്മൾ എടുക്കേണ്ടത്. നോക്കൂ, അപ്പൊ എന്താ വരുന്നത് 1076.3 മാത്രമേ വരുള്ളൂ. ഈ 22 എന്നുള്ളത് വരില്ല. കാരണം 341.4 ആണ്. ഓക്കെ, അതേസമയം എനിക്കിപ്പോ ഇവിടെ ഒരു 42 എന്നുള്ള കൂടി വാല്യൂ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് 2 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യാം. 1076.32 എന്നുള്ള വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ,
അത് അഡീഷന്റെ കാര്യത്തിലും സബ്ട്രാക്ഷന്റെ കാര്യത്തിലുമാണ്. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ നമുക്ക് എന്താ വരുന്നത്, ഒറിജിനൽ നമ്പറിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഏതിനാണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ നോക്കൂ 4.237 by 2.51 ആണ്. അപ്പൊ ആൻസറിൽ എന്താണോ കിട്ടുന്നത് 0.2 ഡിജിറ്റ്സ് എടുത്താൽ മതി. 1.69 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. 3.156 into 10 to the power 7 3 into 10 to the power 8. അപ്പൊ ഇവിടെ എനിക്ക് 156 വരുന്നുണ്ട്, ഇവിടെ എനിക്ക് 00 ആണ്. അപ്പൊ എനിക്ക് 2 ഡിജിറ്റ്സ് ആണ് ആഫ്റ്റർ ദ ഫൈനൽ റിസൾട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് റൗണ്ടിങ് ഓഫ് അൺസർട്ടൈൻ ഡിജിറ്റ്സ്. എങ്ങനെയാ വരുന്നത് നോക്കൂ. പ്രിസീഡിംഗ് ഡിജിറ്റ്സ് ആർ റേസ്ഡ് ബൈ 1 if the significant digit to be dropped is more than 5 and is left unchanged is the better, later is less than 5. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നോക്കൂ 3.626 ഇതിനെ ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്നത് 2 ഡിജിറ്റ് ആയിട്ട് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് വരും, 2 ഡിജിറ്റ് 2വിന് ശേഷമുള്ള നമ്പർ ചെക്ക് ചെയ്യാം. 5 and above ആണെങ്കിൽ 1 ഇവിടേക്ക് ആഡ് ചെയ്യണം, 5 and below ആണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട. സോ ഇവിടെ എനിക്ക് 6 ആണ്, അപ്പോൾ 1 ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ 3.63 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നോക്കൂ 3.624 ആണ്. അപ്പൊ 4 എന്ന് പറയുമ്പോൾ ജസ്റ്റ് എനിക്ക് അതിനെ ഡ്രോപ്പ് ചെയ്താൽ മതി, കൺസിഡർ ചെയ്യേണ്ട. 0.62 അല്ല 64 ആണ്, 62 ആണ് വരിക, 4 അല്ല. ഇനി if the significant digit is 5 and the preceding digit is even, okay, 5 ആണ് ഡിജിറ്റ്, preceding digit even ആണെങ്കിൽ insignificant digit is simply dropped. അതായത് ഈ പറയുന്ന 5 എന്ന് പറയുന്നത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ 3.62 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അതേസമയം ഓഡ് നമ്പർ ആണ് എനിക്ക് പ്രിസീഡിംഗ് ഡിജിറ്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റേസ്ഡ് ബൈ 1. 5 എന്നുള്ളത് എന്താക്കണം, 6 എന്നുള്ളതാക്കണം. അതായത് 3.64 എന്ന് വരും എനിക്കിവിടെ. ഓക്കെ, അതാണ് ഈ രണ്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം, കാരണം നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാവുന്ന പോർഷൻസ് ആണ് ഇതിൽ. ഓക്കെ, കാരണം ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് അതായത് നമ്മൾ ലാസ്റ്റ് പ്രീവിയസ് ഇയർ PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നിയർലി 50 ക്വസ്റ്റ്യൻസ് ഫ്രം 2023 ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അതിൽ 50 ക്വസ്റ്റ്യൻസിൽ ഒരു 3 അല്ലെങ്കിൽ 4 തിയറി ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ എല്ലാ യൂണിറ്റിലെയും പ്രോബ്ലംസിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ ആഡിങ് ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ ചോദിക്കുന്ന പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഡയമെൻഷൻസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയാം ഫസ്റ്റ് യൂണിറ്റിൽ. അടുത്ത നമ്മൾ നോക്കുന്നത് ഡയമെൻഷൻസ് ആണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റിൽ. ഓക്കെ, അപ്പോൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമുക്ക് എന്താണ്, ബേസ് ക്വാണ്ടിറ്റീസിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡിറൈവ് ചെയ്ത്, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദ പവർ അല്ലെങ്കിൽ എക്സ്പൊണന്റ് ഓഫ് ദ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അതായത് മാസ്, ലെങ്ത്, ടൈം, ആ ഒരു ബേസ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഫോഴ്സിന് ഒരു എക്സാമ്പിൾ എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ m/a ആണ്. അതിന് നമുക്ക് അങ്ങനെ എഴുതാം, ലെങ്ത് ബൈ ടൈം ഡിവൈഡഡ് ബൈ ടൈം എന്ന് കൊടുക്കാം അല്ലെ. അപ്പൊ ടൈം എന്ന് പറയുന്നത് 2 പ്രാവശ്യം ഡിവിഷനിൽ വന്നിട്ടുണ്ട്. സോ മാസ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു t പവർ -2 എന്നാണ്. അപ്പൊ ഇതിന് എമ്മിന് മാസിന് പകരം എനിക്ക് ക്യാപിറ്റൽ M, ലെങ്ത്തിന് പകരം ക്യാപിറ്റൽ L, ടൈമിന് പകരം t. അപ്പൊ എനിക്ക് എന്ത് വരും, mLt to the power -2 ആണ് വരുന്നത്. അതായത് മാസ് 1ഉം ലെങ്ത് 1ഉം ടൈം എന്ന് പറയുന്നത് -2 ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ എനർജിക്ക് എങ്ങനെ വരും, mL2t to the power -2. ഇതാണ് നമുക്കൊരു ഡയമെൻഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഡയമെൻഷണൽ ഫോർമുല, അതുപോലെ തന്നെ ഡയമെൻഷണൽ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെയാണോ അതിന്റെ ബേസ് ക്വാണ്ടിറ്റീസുകൾ അതിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അതിൽ കാണിക്കുന്നതെങ്കിൽ, ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ കാണിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ ഒരു ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയാം. അതായത് ഈ നമ്മൾ എഴുതുന്ന MLT എന്നുള്ള ആ ഒരു ഇതിൽ എഴുതുന്നതിനാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇക്വേഷൻ നമ്മൾ ആ ഒരു ഇക്വേറ്റിംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഓക്കെ, അതിന്റെ ഡയമെൻഷൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഇതിനെ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡയമെൻഷണൽ ഇക്വേഷൻസ് പറഞ്ഞാൽ എന്താണ്, ഇക്വേഷൻസ് ആണ് അല്ലെ. ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ അതിന്റെ ബേസ് ക്വാണ്ടിറ്റിയുടെ ടേംസിൽ നമ്മൾ അതിനെ ഡയമെൻഷൻസിൽ എക്സ്പ്രസ് ചെയ്യുന്നുവെങ്കിൽ നമുക്കതിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡയമെൻഷണൽ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഡയമെൻഷണൽ ലെസ് ക്വാണ്ടിറ്റീസ്. അപ്പൊ എല്ലാ ക്വാണ്ടിറ്റീസിലും ഡയമെൻഷണൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇല്ലാത്ത കുറച്ചാണ്. പ്യുവർ നമ്പേഴ്സിന് ഡയമെൻഷൻസ് ഇല്ല. റേഷ്യോ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ്, ലോഗരിതമിക് ഫംഗ്ഷൻസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ ഡയമെൻഷൻസ് നമുക്ക് ഉള്ളതായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ,
ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി ടെസ്റ്റിൽ ഫെയിൽ ആവുകയാണ്. ഓക്കെ, എന്നാൽ അത് പ്രൂവ് ചെയ്ത് റോങ് ആണെന്ന് പ്രൂവ് ചെയ്തു. പക്ഷെ അത് ഇഫ് ഇറ്റ് ഈസ് പാസ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രൂവ്ഡ് റൈറ്റ്. ഓക്കെ, അതായത് ഒരു ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നീഡ് നോട്ട് ബി ആക്ച്വലി ആൻ എക്സാക്ട് ഇക്വേഷൻ. ഒരു കറക്റ്റ് ഇക്വേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഡയമെൻഷനലി റോങ് ആണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ആ ഇക്വേഷൻ റോങ് ആണ്. ഓക്കെ, അതായത് ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ നമുക്കത് വീണ്ടും കറക്റ്റ് ഇക്വേഷൻ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡയമെൻഷനലി റോങ് ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. ഓക്കെ, ഇപ്പൊ വർക്ക് ഡൺ ആണ്, ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്, അതിന് വരുന്ന ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡയമെൻഷണൽ ഇക്വേഷൻ. അപ്പൊ എന്തൊക്കെയാണ് ഡയമെൻഷണൽ അനാലിസിസിൽ വരുന്ന ഡ്രോബാക്സ്, എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇത് പറയുന്നത് ഒരു ഡിറൈവ്ഡ് റിലേഷൻസ്, ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അതിലൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ, റിലേഷനിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടെങ്കിൽ അതിന് പറ്റില്ല. അതുപോലെ തന്നെ ഐഡന്റിക്കൽ ഡയമെൻഷൻസ് ഉണ്ട് അല്ലെ, ഒന്നോ രണ്ടോ ക്വാണ്ടിറ്റീസിന് സെയിം ഡയമെൻഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഒക്കെ നമുക്കൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കുറെ വീഡിയോസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലെ. അപ്പൊ എന്തൊക്കെയായിരുന്നു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സ് എന്താന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് ടോപ്പിക്സുകളായിട്ട് ലെങ്ത്, മെഷർ, ടൈം, ഇതൊക്കെ മെഷർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. യൂണിറ്റ്സ് നോക്കി. പിന്നെ അതിൽ തന്നെ ഡിറൈവ്ഡ് ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എററുകൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഡയമെൻഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഉള്ളത്. ഓക്കെ, താങ്ക് യു.